ഈസ്റ്റർ ഡേയുടെ അന്നത്തോടെ കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈസ്റ്റർക്ക് കഴിഞ്ഞു എന്നറിയാം, എന്നാലും കിടക്കട്ടെ. അപ്പോൾ കിച്ചൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞങ്ങൾ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിച്ചത്. എന്നപ്പോഴാണെങ്കിൽ ഇഷ്ടമാതിരി മാമ്പഴം എൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു മാവുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇപ്പോൾ പഴുക്കണ സമയമായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാമ്പഴമൊക്കെ പറിച്ച് കഴിച്ചു. പിന്നെ അമ്മ പഴുത്ത മാമ്പഴം നോക്കി അവിടെ കിടക്കുന്നുണ്ട്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ അത്യാവശ്യം നല്ല മാമ്പഴം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ആണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു. ഇച്ചിക്കൂട്ടാണെങ്കിൽ കുറച്ച് കഴിച്ചിട്ട് അവൻ എഴുന്നേറ്റ് പോയി. അവനിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അവൻ കുഞ്ഞുവായനൊക്കെ കണ്ടതിൻ്റെ തിരക്കിലാണ് കേട്ടോ. ഭയങ്കര ആഘോഷിച്ച് അവനായിട്ട് നടക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറേ നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോകാൻ വേണ്ടിയിരിക്കുകയാണ്. അവസ്ഥ ഉച്ച കഴിഞ്ഞാൽ നല്ല മഴയായിരിക്കില്ല. അപ്പോൾ മഴയ്ക്ക് മുന്നേ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മാവ് ഇതേ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് മാമ്പഴവും മാങ്ങയൊക്കെ നമ്മൾ പറിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ മഴയൊക്കെ മാറിയിട്ടോ. പിന്നെ വൈകുന്നേരം ആയിക്കപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തായിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മാറ്റി വന്നിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ കിച്ചുവേട്ടനും ഞാനും ഉണ്ട്, ഇച്ചിക്കൂറിനും ഉണ്ട്. കിച്ചുവിൻ്റെ ഫ്രണ്ട് ജിസേട്ടൻ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തേക്കുക. അവരാണ് ലതാ പാർക്കിൽ പോയേക്കുവാണ്. ഇച്ചിക്കൂറിന് പിന്നെ നീർക്കെട്ടായതുകൊണ്ട് നമ്മൾ പാർട്ടി പോക്ക് ക്യാൻസൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഇറങ്ങുന്ന സമയം ഇപ്പോൾ വിളിച്ചു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അവിടെ ചെന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അവർ പാർക്കിലൊക്കെ പോയിട്ട് വന്നു. ഈസ്റ്റർ തന്ന് ഒരു ഔട്ടിങ്ങൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ ഇച്ചിക്കൂട്ടിന് ചെറിയ നീർക്കെട്ടുള്ളത് കൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തു. ഒരു വൈകുന്നേരം ഇപ്പം ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നേരെ ഇവിടെ വന്നേക്കുവാണ് കേട്ടോ. ഇച്ചിക്കൂട്ടനാണെങ്കിൽ കുഞ്ഞാനെ കണ്ട സന്തോഷത്തിലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് രണ്ട് കടയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകട്ടോ. അപ്പോൾ ഇന്നത്തെ ഈസ്റ്റർ അടിപൊളിയായിരുന്നു ഞങ്ങളെല്ലാം ഒരുമിച്ചുള്ളതുകൊണ്ട്.